ചില ക്രമക്കേടുകളുടെ പേരിൽ ഉള്ള ജോലി തെറിപ്പിക്കും എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം മറ്റൊരു ജോലി എന്നാണല്ലോ. അതാണ് സംഭവിച്ചത്. കാരണം ചോദിച്ചുകൊണ്ട് പറയുകയാണ്, അവിടുത്തെ പീസ് റൂമിൽ ധാരാളം പരാതികൾ ലഭിച്ചു. ഈ പരാതികളെല്ലാം അതാത് സമയത്ത് ഇലക്ഷൻ കമ്മീഷന് കൊടുക്കേണ്ടതാണ്. ഇലക്ഷൻ കമ്മീഷന് കൊടുത്തു എന്ന് ഈ സ്ത്രീ പറഞ്ഞു. അവരാണ് അത് കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ മീഡിയ പറഞ്ഞു, സാർ ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചപ്പോൾ ഒരൊറ്റ പരാതി പോലും കിട്ടിയില്ല എന്ന് പറയുന്നു. അന്വേഷിച്ച് ചെന്നപ്പോൾ ഈ സ്ത്രീ അയച്ചിട്ടില്ല, മനഃപൂർവ്വം അയച്ചിട്ടില്ല. അതുപോലെ സ്ഥലത്തെ പ്രധാന ഗുണ്ടകളുടെ ഒരു ലിസ്റ്റ് പരമരഹസ്യമായി ഞാൻ തയ്യാറാക്കി ഇലക്ഷൻ കമ്മീഷന് കൊടുത്തു. അത് പരസ്യമായി. ആ പരസ്യപ്പെടുത്തതും ഈ സ്ത്രീയാണ് എന്ന് മനസ്സിലായി. അവരൊറ്റയ്ക്കല്ല, അവരുടെ ബോയ് ഫ്രണ്ട് അവിടെ ഒരു കുക്കുണ്ട്. അയാൾ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു നേതാവാണ്. അയാൾ ഈ സ്ത്രീയെ ഉപയോഗിച്ച് ചെയ്യിച്ചതാണെന്ന് മനസ്സിലായി. അങ്ങനെ വന്നപ്പോൾ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കുതന്ത്രങ്ങളിൽ ചവിട്ടരുത്, ചെറിയ ജോലിയാണ് ഉള്ളത്, അത് കളയാതെ നോക്കണം, അല്ലെങ്കിൽ ജോലി കളഞ്ഞ് വീട്ടിൽ പോയി ഇരിക്കേണ്ടി വരും. അതാണ് പറഞ്ഞത്. ഉടൻ തന്നെ തന്ന മറുപടിയാണ് ഇത്. അത് ആര് ചെയ്തോ എന്തിനു ചെയ്തു എന്നൊക്കെ വളരെ വ്യക്തമാണ്, എല്ലാവർക്കും അറിയാം. ഞാനിത് അർഹിക്കുന്ന ബഹുമാനത്തോടെ തള്ളിക്കളയുന്നു. കൊതുക് അടിച്ചാൽ എങ്ങനെ നേരിടും എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അതുപോലെ നേരിടും, വളരെ നിസ്സാരമായി. ഈ കൊതുക് കടിക്കുന്നത് അരിക്കൊമ്പനെ തിളയ്ക്കുന്നത് പോലെ കൊതുകിനെ തിളയ്ക്കാനാരും നോക്കാറില്ല. ഈ ആരോപണത്തിന് അത്രേ ആയുസേ ഉള്ളൂ. അത് തുടങ്ങിയപ്പോൾ തന്നെ ഇറ്റ്സ് എ സ്റ്റിൽ ബോൺ അലിഗേഷൻ എന്ന് ഞാൻ പറയും.